പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു പ്രഭാതം നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തിനെക്കുറിച്ചും ആകുലപ്പെട്ടിട്ടുണ്ടോ? ആകുലപ്പെടാത്ത മനുഷ്യരില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബൈബിളിലൊരു വാക്കുണ്ട്, ആകുലത കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാൻ സാധിക്കില്ല. സത്യം. എത്ര ആകുലപ്പെട്ടാലും നമ്മൾ മരിക്കേണ്ട ദിവസം മരിക്കും. ഇന്നലകളെ ഓർത്ത് ദുഃഖിക്കുന്ന മനുഷ്യരുണ്ട്. എനിക്കത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേവലാതികൾ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെയാണ്. നഷ്ടപ്പെട്ടു പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. അപ്പോൾ ഇന്നലകളെ കളഞ്ഞേക്കുക. ഇന്നലകളുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ സന്തോഷിപ്പിച്ചവർ, നിങ്ങളുടെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ ഇതെല്ലാം കളഞ്ഞേക്കുക. ഇനിയും മറ്റൊരു കൂട്ടരുണ്ട്, നാളെക്കുറിച്ച് ആകുലപ്പെടും. നാളെ ഇനിയിപ്പോൾ എന്തായിരിക്കും ചെയ്യുക, നാളെ രാവിലെ എന്താ ഉണ്ടാക്കുക, കഴിക്കുക, നാളെ രാവിലെ ഏത് ബസ്സിൽ കയറി പോകണം, അങ്ങനെ ആകുലപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. നീ എന്താണ് ഇന്നലെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും വലുതായില്ല. ഇന്നലെ പോട്ട് ഇന്നലെ കഴിഞ്ഞു, ഇനി നാളെ വരാനുള്ളത് വരട്ടെ, നാളെ വരട്ടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്ന് തൊട്ടപ്പുറത്തൊരു തോടുണ്ടെങ്കിൽ തോടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മുണ്ട് മുകളിലോട്ട് പിടിച്ചാൽ മതി. ഇവിടുന്ന് മുണ്ട് പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ, അവിടെ ചെന്ന് പിടിച്ചാൽ മതിയല്ലോ. അത് ആകുലപ്പെടുക എന്നുള്ള സംഭവം. അപ്പം ആകുലപ്പെടുന്ന മനുഷ്യർ. ഇനിയും മറ്റൊരു കൂട്ടരുണ്ട്, ഇപ്പം എന്താണോ അതിൽ നിൽക്കുക, അതിൽ മാത്രം ചിന്തിച്ച്. ഞാനൊരു പുസ്തകം വായിക്കുമായിരുന്നു. ആ പുസ്തകം വായിച്ച് കുറച്ച് നോട്ട്സൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ അത് മാത്രം ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിനകത്തൊരു കാര്യം പ്രധാനമായിട്ടും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്വസിക്കുന്നത് മാത്രം ചിന്തിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാത്രം ചിന്തിക്കുക. എഴുതുന്നത് മാത്രം ചിന്തിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിജയിക്കാൻ സാധിക്കും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഓഷോയുടെയാണ് ഈ വാക്ക്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുമോ? കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കും. ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ശ്വാസം മാത്രം എടുത്ത് ഉദരത്തിൽ കൊണ്ടുവരിക. ഈ ശ്വാസം എടുക്കുന്ന പ്രക്രിയ മാത്രം ചിന്തിക്കുക. ഈ 15 മിനിറ്റ് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉദ്ദീപനം ഉണ്ടാക്കും. നേരെ മറിച്ച് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇനിയും 15 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ കുളിക്കണമല്ലോ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമല്ലോ, അല്ലെങ്കിൽ യാത്ര ചെയ്യണമല്ലോ. നോ, അത് പാടില്ല. നിങ്ങൾ ഇച്ചിരി പാടായത് കേട്ടോ. ഈ 15 മിനിറ്റ് ഒരിക്കൽ ഷാരൂഖ് ഖാൻ നന്നായിട്ട് ഷാരൂഖ് കാജലൊക്കെ നന്നായിട്ട് കളി ജയിക്കുന്ന സമയം, അതായത് അവരുടെ സിനിമ നന്നായിട്ട് ജയിക്കുന്ന സമയം. അപ്പോൾ ഇന്ത്യ എപ്പോഴും ഓസ്ട്രേലിയയോട് തോക്കുന്ന സമയമാണ്. ഓസ്ട്രേലിയ എന്ന് ഭയങ്കര സ്പീഡിൽ ബ്രെഡ്ലിയൊക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു. ആളിൻ്റെ പേര് പോട്ട്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് എറിയുന്ന സമയം. അപ്പോൾ ഇന്ത്യ തോക്കുക. അപ്പോൾ ഒരിക്കലേ ഈ ക്രിക്കറ്റ് കളിക്കാർ ഷാരൂഖ് ചോദിച്ചു, ഷാരൂഖ് ജയിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഷാരൂഖ് പറഞ്ഞു, ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക, അതിൻ്റെ നാളത്തിൽ മാത്രം നോക്കിയിരിക്കുക, ഏകാഗ്രത അതിൽ മാത്രം നോക്കി. 10 മിനിറ്റ് ദിവസം ഇരിക്കാവോ? ഒരു 10 ദിവസം ഇരുന്നാൽ നിങ്ങൾ വിജയിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടുന്നത് ഏകാഗ്രതയാണ്. ബോൾ വരുന്നു, അതിൻ്റെ വേഗത നോക്കണം, ബാറ്റ് എങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ബാറ്റ് പിടിക്കുന്നത് എങ്ങനെ ബോൾ എറിയണം, അതാണ് ഏകാഗ്രത. ഈ ഏകാഗ്രത നിങ്ങൾക്ക് സാധിക്കുമോ? തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ചെസ്സ് കളിക്കുക. 64 കളങ്ങളിലൂടെ നമ്മൾ ഓടിക്കളിക്കുമ്പം ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ട് കളിക്കുക. റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി ബ്രെയിൻ. ഒരാൾക്ക് തന്നെ രണ്ടും കളിച്ച് കളിക്കാം. അത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നാളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക, ഇന്നലെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക. നന്മയുടെ നല്ല ദിവസം. വിജയം കൊയ്യുന്നത് നമ്മളാണ്, തോൽപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. ജോൺസൺ കരൂർ.